ഹോം മെയ്ഡ് എക്സസൈസിന് പോവുകയാണ്. നമ്മളപ്പം രാമക്കൽമേട് പോവുകയാണ് രാവിലെ. ഇന്നലെ രാത്രി ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. രാവിലെ കഴിഞ്ഞിപ്പോൾ വളരെ വെളുപ്പിനെയാക്കി ലേറ്റ് ആക്കി. ഇനി എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തും. പിന്നെ നാളെ രാവിലെ എറണാകുളം പോകണം. 6 മണിക്ക് എത്തണം അവിടെ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ 2 മണിക്കൂർ ഉറങ്ങിയുള്ളായിരുന്നല്ല. ഞാൻ ഇനി ഉറങ്ങാൻ നോക്കിയതാണ്. ഏകദേശമൊക്കെ നമ്മൾ കട്ടപ്പനയുടെ അടുത്തെത്തി. മലയുടെ പൊക്കമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കാൻ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. എന്തായാലും നമ്മളിന്ന് രാമക്കൽമേടായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാറ്റ് കൊള്ളാൻ. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ വണ്ടി ഒരു കാശിനും കൊള്ളത്തില്ല പുറകിൽ ഉറങ്ങാൻ. കോപ്പ് എടുത്ത് കളയാൻ തോന്നും അല്ല തോട്ടിൽ ഈ പന്ന വണ്ടി. ഇത് പുറകിൽ ഇവൻ ഈ കിടന്ന് മുമ്പിൽ ഈ എഡിറ്റർ ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് വണ്ടിച്ചിരിക്കുന്നവർ ഛർദ്ദിക്കാൻ വരുന്നു. ഉറക്കം കിട്ടിയിട്ടില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കഴുത്തുവിനെടുക്കുന്നു എനിക്ക്. പിന്നെ ഇന്നലെ മറ്റേ ടമാക്കിന്ന് മറ്റേ ആ ചിക്കൻ കഴിച്ച് ഞാൻ പറഞ്ഞില്ല വയറുവേദന എടുക്കുമായിരുന്നത്. പുല്ല് എപ്പോൾ കഴിച്ചില്ല അത് തന്നെയാണ്. ഇനി അവിടെ നിന്ന് കഴിക്കത്തില്ലേ. അമ്മയുടെ ആദ്യത്തെ മൂന്നാർ വരവാണ്. എങ്ങനെയുണ്ട്? മൂന്നാർ വന്നില്ല നമ്മള്, ഇടുക്കിയില് വേറെ ഭാഗത്തോട്ടാ. വണ്ടിക്കകത്ത് കറങ്ങാനല്ലല്ലോ, നമ്മൾ എത്തിയിട്ടില്ലല്ലോ. കാറ്റ് കൊള്ളാൻ വേണ്ടിയാ. രാമക്കൽമേട്. രാമക്കൽ വീടല്ല, രാമക്കൽ മേട്. എനിക്ക് കൈ നേരെയാവുന്നില്ല, കൈ വേദന എടുക്കുന്നു. എനിക്ക് യെല്ലോ റംബൂട്ടാൻ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ മേടിച്ചപ്പോ ഇപ്പൊ എങ്ങനെ ടേസ്റ്റ്? ഏറ്റവും കൂടുതൽ മധുരം ഉണ്ടെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മധുരം ഉണ്ടെന്നാണ്. इसका मगर बीज बहुत बड़ा है. ഞാൻ രാമക്കൽമേടെത്തി. കാറ്റ് പ്രതീക്ഷ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടുണ്ട്. മലയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു മലയുടെ പൊക്കത്താണ്. വണ്ടി കൊണ്ടൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തത്. അച്ഛൻ്റെ കയറി പോകുന്നത് ഈ പാറയുടെ പൊക്കത്ത്. അവിടെയും പെൺമില്ല വേണ്ട മലയുടെ പൊക്കത്ത്. കാട്ടിയടി വല്ലതാണ്, എന്തോ കാട്ടു സാധനമാണെന്ന് തോന്നുന്നു. കഴിക്കമ്മേ, കഴിക്ക് അമ്മ തെറിക്കുന്നുള്ള ടൈപ്പ് ഒരു കാറ്റല്ല, പക്ഷെ ഉണ്ട് കാറ്റ്. അച്ഛൻ പൂവൊക്കെ ആയിട്ട് വരും നമ്മക്ക്. അവിടെ ചെറിയ ഇതുണ്ട്. ഇപ്പതേ കാറ്റടിക്കുന്നുണ്ട. അത് പറന്നു പോയി. അച്ഛന് കിട്ടിയ പൂ എന്താണ്? പുല്ലിന്ന് കിളുത്തു വരുന്ന പൂവാണ്. അച്ഛനവിടെ എന്താണ് കൃഷി സമൃദ്ധമായ കാര്യങ്ങൾക്കുള്ള ചെടികൾ തപ്പുവാണെന്ന് തോന്നുന്നു. അപ്പൊ എഡിറ്റർ എന്ത് പറയുന്നു? മുടിയൊക്കെ ഇളം കാറ്റിലാടുന്നു. സീനറി ഒക്കെ തന്നെയാ. ഇത് ക്ലോസ് ഇത് ദൂരത്ത് നിന്ന് കാണുമല്ലേ. ആ പാറയില്ലേ, ആ പാറ രാമന്റെ പാറ കാണണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ പിക്നിക് ആഘോഷിക്കാൻ പോവുകയാണ്. ഈ സാധനങ്ങളൊക്കെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകും. ഒന്നും പേടിക്കണ്ട. മലയുടെ പൊക്കത്തിലെത്തില്ല. പ്ലാസ്റ്റിക് ഒക്കെ എൻ്റെ വണ്ടിക്കകത്ത് പോയി വീട്ടിലോട്ട് പോകും ഡിസ്പോസ് ചെയ്യാൻ അല്ലേ. അത് എവിടെ യാത്ര പോയാലും തിരിച്ച് വീട്ടിൽ കളയാൻ കൊണ്ടുവരും. കേട്ടല്ലോ, കംപ്ലീറ്റ് സാധനം തിരിച്ച് വീട്ടിൽ കണ്ട. ഇതൊരു കുപ്പത്തൊട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന കാറിന്. നമ്മുടെ വ്യൂ പോയിന്റ് 3.5 കിലോമീറ്റർ ദൂരെയാണ്. ഹോം സ്റ്റേക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, പാറപ്പൊക്കത്തെ വീടൊക്കെ ഉണ്ടായാലും ഞാൻ ഹോം സ്റ്റേ എടുത്തന്നെ. അറിയാം, എനിക്കൊരു പാറപ്പൊക്കത്ത് സെക്ലൂർഡ് ആയിട്ടൊരു വീടൊക്കെ ഉണ്ടെങ്കിൽ ഹിറ്റ് മീ അപ്പ്, വെൽക്കം. ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ഒരു പാറപ്പൊക്കത്ത് ഒരു വീടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാം. ഇയാൾക്ക് ഇപ്പൊ എല്ലാം വിട്ട് പാറപ്പൊക്കത്ത് ഒറ്റയ്ക്ക് വീടാം. മലയുടെ പൊക്കത്ത് നിഗൂഢമായിട്ടിരിക്കണം. നിന്റെ വീട്ടില് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത്. ഇത്ര ഇഷ്ടം വന്നത് ചെറുക്കൻ മറ്റേത് പാറ പറയുന്നില്ലായിരുന്നു, തെങ്ങും തോപ്പും തോട്ടമൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കിങ്ങനെ സീനിക് സ്ഥലത്തുകളൊക്കെയാണ് പോയി സ്ഥലം വീട് എടുക്കേണ്ടത്. അല്ല, ഈ ലൊക്കാലിറ്റിക്ക് അതൊരു ഏക്കർ ഈ സെന്റ് എടുത്തിട്ട് കാര്യമില്ല. എസ്റ്റേറ്റ് ആ പ്രയത്നത്തിന്റെ അല്ലേ. കൊള്ളാം. നമ്മൾ ക്യാമ്പിംഗ് സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത്ര ഉള്ള വിരിക്കാൻ. കാരണം വലിയ ടവലൊക്കെ അല്ലേ, ഇതൊരു തോർത്താണല്ലേ. സാധാരണ വലിയ അതൊന്നും കൊണ്ടുവന്നില്ല. ഇതിങ്ങനെ മടക്കി വെക്കാനുള്ളതേ ഉള്ളൂ. അതിനും ഇല്ല. ഇത് വെക്കണമെന്നോ നിർബന്ധമുണ്ടാ? നിർബന്ധമൊന്നും ഇല്ല. ഇത് കാറ്റത്ത് പോവുകയെന്ന് പറയുന്നത് അച്ഛനും അമ്മയായിട്ട് വ്ളോഗ്സ് കുറവാണ്. അതേപോലെ ഒരു മലയുടെ പൊക്കത്തിരിക്കുന്നു. ഫസ്റ്റ് പിക്നിക്. അത് മുട്ട, ഇത് പേരയ്ക്ക, ഇത് മൾട്ടിഗ്രെയിൻ്റെ ബ്രെഡ്, ഇത് ചിക്കൻ ഫ്രൈ, ഇത് ചിക്കൻ കറി, ഇത് പിന്നെയും ബ്രെഡ്, ഇത് ചീസ്, ഇത് പീനട്ട് ബട്ടർ, ഇത്
ബ്ലൂബെറിയുടെ ജാം. ക്യാമറമാനാണ് ഫസ്റ്റ് ഫുഡ് തന്നെ. ക്യാമറമാനാ ഫസ്റ്റ്. കുറച്ചുകൂടെ വറുത്ത ചിക്കനൊക്കെ തെറിച്ചു പോകും കേട്ടോ കാറ്റത്ത്. കയറി വരുന്നുണ്ട് എന്നെ മൈക്കിന്റെ പൊക്കത്തോട്ട്. നോക്കളെ അവൻ പൊക്കോളൂന്നേ, അവന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഇതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം നമ്മളെക്കാട്ടി മുമ്പേ ഓടിപ്പോകും. വേണ്ട വേണ്ട, പിക്നിക്ക് തീർന്നപ്പോ തന്നെ അച്ഛൻ പോവാ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ലതും ഒഴിച്ചു പോയാലോ? നല്ല വൃത്തിക്കാ വെച്ചിരിക്കുന്നതല്ല. ഈ അമ്മ ചെമ്പരത്തി പോയി പറിക്കാൻ പോയിരിക്കോ ബോയ്സ്? അമ്മ ഇത്ര പറിച്ചല്ല, മതിയായില്ലേ? ആരെങ്കിലും വല്ലതും പറയും. അല്ല, വീടിയൊക്കെത്തോണ്ട് ഒടിച്ചിട്ടില്ല, ഒടിഞ്ഞു കിടക്കുക. അച്ഛൻ തന്നെ കേറി പോകുന്നു. തിരിച്ചു പോരാനാ അച്ഛൻ പറയുന്നത് അപ്പുറത്തുനിന്നാണ്. അപ്പൊ ബുദ്ധിയുള്ളവര് പറഞ്ഞില്ല ഈ എൻട്രി ഇതിലേ അല്ലെന്ന്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു. അതിന്റെ ഒരു റൗണ്ടപ്പ് കാണുമ്പോഴേ അറിയാം എൻട്രി ഇതിലേ അല്ല. അച്ഛൻ പോകുന്നതിനെക്കാട്ടി സ്പീഡിൽ തിരിച്ചു വരുവാണല്ല. വഴിയില്ല. ഏതെങ്കിലും ഒരു വഴി ഉണ്ടാവും അവർക്ക്. നമ്മൾ ജീപ്പ് സഫാരി ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മലയുടെ പൊക്കത്തോട്ട് കെട്ടിക്കൊണ്ടുവരും. ചെറിയൊരു കുലുക്കമുണ്ട്, അതാണ് അമ്മയൊക്കെ കൈ പിടിച്ചിരിക്കുന്നത്. അച്ഛൻ ഹിന്ദി എന്തൊക്കെ പറയുന്നുണ്ട്. ചെറുതാന്ന് मेरे जमाने में मैं अपने स्कूल से भी खतरनाक रास्ते से जाता था. वैसे बोल रहे पापा आ रहे हैं, इससे भी खतरनाक रास्ते जाते थे करके. 3 दिन जाने के लिए 3 दिन आने के लिए छुट्टी आने के लिए गाड़ी गिरने के लिए. यार इनको मेरे ഇപ്പൊ ഐഫോൺ റോഡൊക്കെ ഇതിലിട്ട് പോയതാണ്. ഇപ്പൊ നമ്മള് മലയുടെ പൊക്കത്തോട്ട് കയറി എത്താറായെന്ന് തോന്നുന്നു. നമ്മള് എങ്ങനെയോ പൊക്കത്തെത്തി. ബോട്ടിലൊക്കെ ഇട്ട് വെച്ച് എന്ത് വൃത്തിയില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ബോട്ടിലിടുന്നത് ശരിയല്ല. ഒരു മൂഡ് കളഞ്ഞിട്ട് അപ്പൊ തന്നെ. കേരളം അതാണ്, തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ എത്തിയെന്ന് അറിയില്ല, പെട്ടെന്നായിരുന്നു. இங்க வா தம்பி. வர்ற பச்சை தமிழ். பச்சை தமிழ் மட்டும்தான் பேசணும். பச்சை தமிழ் மட்டும்தான் பேசணும். ധർമ്മം കേൾക്കണമാ? ധർമ്മം കേൾക്കണം. ഇവിടെ എന്തോ വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിലുണ്ട സെറ്റ്. അവിടെ ഫുള്ളും കൃഷിയാണ് കേട്ടോ. രാമൻ വന്ന് കാല് പതിപ്പിച്ച സ്ഥലമാണെന്ന് പറയുന്ന സ്ഥലം അതാണ് കേട്ടോ. അതാണ് പൊക്കത്ത് അവന്മാർ കുറച്ച് പയ്യന്മാരുണ്ട്. അടുത്തായിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ എന്തുവാണ് ഇത് പോകുന്നത്, വണ്ടി പോകുന്നതും കാണാം. പെയിൻ പോകുന്നതൊക്കെ. അവരെല്ലാം ഗ്രൂപ്പായിട്ട് ആ മൂലയ്ക്ക് ഇരിക്കും. പിന്നെ ഇതെല്ലാം ഫാം ലാൻഡാണ് അവർക്ക് വേണ്ടി. ഒറ്റടിക്ക് തിരക്കൂടി. ഇത്ര നെല്ലായിരുന്നു ആദ്യം. പാറ നമുക്ക് മാത്രമായിരുന്നു. ഇപ്പൊ പാറ ഇവിടെ ഫുൾ മുനിസിപ്പാലിറ്റി കണക്ക്. काफी नीचे पता है. करियर खत्म होने वाला हाइट है. കരിയർ തീർന്ന ഹൈറ്റ് ഉണ്ട് ഇതിനകത്ത്. എന്നെ പിടിച്ചിരിക്കുന്നതും മറ്റേ ഇത് കമ്പി പിടിച്ചിരിക്കുന്ന ഒരുപോലെ. അതും ശരിയാ. ഒടിഞ്ഞു പോകത്തേ. ചുള്ളിക്കമ്പി പിടിച്ചിരിക്കുന്നതൊക്കെ നിന്നെ പിടിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഗുഫയുടെ അകത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ കാറ്റ് സത്യം പറഞ്ഞാൽ ഉണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ കാറ്റെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും അല്ല. ഞാൻ കിടക്കത്തില്ല ഇടക്കൂടി. എംപിക്ക് സ്ഥലം ഇല്ല ഇതിനകത്ത്. ഈ ബലൂണൊക്കെ വെച്ചോണ്ട് എങ്ങനെ ഞാൻ നേരെ പോകും. ഇവന് നേരെ പോകാം. നമ്മൾ ഇച്ചിരിയുള്ള ആന്റി പേടിക്കണ്ട. എന്തോ സ്റ്റക്കായോ ഇവിടെ? ആന്റി സ്റ്റക്കായി. അതിന്റെ അർത്ഥം അർജുൻബ്രോ ഇവിടെ നിൽക്കും. പാറന്ന് നിറയിട്ട് അനങ്ങിയാ പിന്നെ കുഞ്ഞിന് വരാൻ പറ്റുമെന്നില്ല. അർജുൻബ്രോ പാറ തള്ളി അങ്ങ് നീക്കും ഇങ്ങനെ. അത് കണ്ടായിരുന്നല്ലേ ഞാൻ. റിഡംഷനാക്ക് വരുന്നുണ്ട് നോക്കിയോ. എന്റെ ടൈറ്റ് സ്പേസ് ആണ്, പക്ഷെ നടക്കും. വന്നു എന്റെ നെഞ്ചിനാ വിരിവ് കൂടുതൽ കേട്ടോ. ഇനിയുണ്ടോ? ഓ നിക്കൽ ഗയ ബേ. ഇന്നലെ അങ്ങോട്ട് പ്രിന്റഡ് ഷർട്ട് വാങ്ങിച്ചു. എല്ലാം വരഞ്ഞു പോയെന്ന് തോന്നുന്നു. പൊക്കോ എവിടെ എവിടെ ഇറങ്ങാൻ?
ബോളത്തിൽ നിന്നൊന്നും വീടാൻ നോക്കട്ടാ. എന്നിട്ട് ആ രണ്ട് കാലം നാട്ടിട്ടേ ആ സ്വാമി എവിടെയെന്ന് അത് രണ്ട് കൈ കുത്തി നിൽക്കും. ഒരു കൈ രണ്ട് കൈ ഇപ്പുറത്തു അങ്ങനെ. ഓ ഇതിന്റെ ഇടയ്ക്കൂടെ നടക്കാൻ പറ്റത്തില്ലല്ലേ. പോട്ടെ. അച്ഛനമ്മ കേറ്. താറ മുന്നിൽ പോകും, താറ മുന്നേ ഇറങ്ങിക്കോ. അവിടെ പോയി അപ്പുറത്തെ കല്ല ഇറങ്ങിക്കോ. പോട്ടെ മുന്നോട്ട് പോട്ടെ, അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ. അമ്മ കേറ്. പോട്ടെ അമ്മ വലിയ കല്ലത്തിന് ഇറങ്ങണം കേട്ടാ. ടൈറ്റ് സ്ക്വീസാ. കുറച്ചുകൂടി പോ. അച്ഛൻ മുന്നോട്ടിരിക്കാൻ ഈ പേടി. ഹലോ അമ്മ പേടിക്കണ്ട. ഇച്ചിരി മുന്നോട്ടിരിക്കുക. കുറച്ചുകൂടി പോട്ടെ, കുറച്ചുകൂടി പോട്ടെ. മറ്റേ കാലം അങ്ങോട്ട് നീട്ടി വെച്ചാ കല്ലേല്. നീ അങ്ങോട്ട് താഴത്തിറങ്ങി സപ്പോർട്ട് ചെയ്തേക്കടാ. മുന്നോട്ടിരിക്കുക. നീ താഴത്തിറങ്ങി സപ്പോർട്ട് ചെയ്യും. നീ ഇറങ്ങിക്കോ. ആന്റി ചാടിക്കോ. അയ്യോ ചേട്ടൻ ഇങ്ങോട്ട് പൊക്കോട്ട് പറഞ്ഞ ചേട്ടൻ വേറെ വഴി പോയല്ലോ. ചേട്ടന് ഷോർട്ട് കട്ട് അറിയാം. നേരത്തെ സൈഡിൽ നിന്ന് മടങ്ങുന്നായിരുന്നു, ഇപ്പഴേ പൊക്കത്ത് മടങ്ങുന്നായിരുന്നു. മൈക്കൊക്കെ കൊണ്ട് പറന്നൊക്കെ പോകുന്നു. അച്ഛൻ എന്താ ചെയ്തെന്ന് നോക്കിയേ. അച്ഛൻ നുഴഞ്ഞു കയറുന്നു. ഉഗ്രവാദിയിലെ കിടക്ക് അകത്തോട്ട് തള്ളിക്കയറാൻ നോക്കുന്നു. അങ്ങോട്ട് പോകല്ലേ. അമ്മേ പറ്റുമോ, അമ്മേ പറ്റുമോ. എഡിറ്റർ നുഴഞ്ഞു കയറുന്നു. നോക്കിയ പുഷപ്പ് ചെയ്യുന്നു. എന്റെ ദൈവമേ, പട്ടാളത്തിലെ ട്രെയിനിങ് അതേപോലെ നടഞ്ഞു. പട്ടാളത്തിൽ കുറഞ്ഞ കണക്ക് ആ പുള്ളി കടന്നു വരാനാ പറഞ്ഞത്. ഓ ഡാം. ഓ ഈ കാറ്റും കൊണ്ട് ഞാൻ അപ്പുറത്തോട്ട് കിടക്കും പറഞ്ഞേക്കും. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി ഇതേ ഈ വാഴ കണ്ടു. ഈ വാഴ എന്താ ഇങ്ങനെ ഇരിക്കുന്ന, ഇതെന്ത് ടൈപ്പ് വാഴ? ഞാൻ പുറത്ത് വന്നെടുക്കുമോ എനിക്ക്. ഇത് വേണ്ട, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കൊള്ളാം പക്ഷെ കാണാൻ. അപ്പം വീട്ടിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ എൻ്റെ ഉറക്കം റെഡിയാക്കണം. 4 മണിക്ക് രാവിലെ ഇറങ്ങാനുള്ള നാളെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒട്ടും സമയം കളയാനില്ല. ലൈക്ക് വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം. ആൻഡ് റിഡംഷൻ നിങ്ങളെല്ലാം പറയുന്നുണ്ട്. ഐ തിങ്ക് ഐ മേക്ക് ഇറ്റ് ഹാപ്പൻ. അച്ഛൻ്റെ എല്ലാം കൂടി ഇട്ട് വരുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇനിയുണ്ടോ? ഇനി എന്തിനാണ്? ഓൾറെഡി ഇത് തന്നെ ഇപ്പോൾ എനിക്ക് കയറുന്നില്ല. നമ്മൾ വീട്ടിലെത്തി കേട്ട് ഇപ്പോൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. കണ്ടോ ഇങ്ങനെ കൊണ്ട് നടക്കാൻ എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളിച്ച് നിർത്താം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ചാനൽ. ദെൻ ടേക്ക് കെയർ. പീസ്. ഇങ്ങനെ ക്യാമറ സൂം ചെയ്യാതെ എനിക്ക് ഇൻസെക്യൂരിറ്റിയാണ്. ഐ എം നോട്ട് ലുക്കിംഗ് ഗുഡ്. എന്നിട്ട് പട്ടി പറയും. കണ്ട എന്താ ഞാൻ പറയണ്ട എനിക്ക്. മോൻ നോക്കി പറയടാ. സംസാരിക്കോ.